എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തേത്. 2026 ഫെബ്രുവരി മാസത്തെ ആനുകാലികങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആനുകാലിക വിവരങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കാൻ വിട്ടുപോകരുത്. നമുക്ക് എന്തായാലും പോകാമല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ആലൻ ഷെറിന്റെ വാർത്തയൊക്കെ കണ്ടതാണല്ലേ. ആലൻ ഷെറിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു അല്ലെ, ആക്സിഡന്റില്. 10 മാസം പ്രായമുള്ള ആലൻ ഷെറിന്റെ അവയവങ്ങൾ 4 കുട്ടികൾക്കാണ് പൊതുജീവൻ നൽകിയത് അല്ലെ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലൻ ഷെറിൻ. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലൻ ഷെറിന്റെ അവയവങ്ങൾ 4 കുട്ടികൾക്കാണ് പൊതുജീവൻ നൽകിയത്. അടുത്തത് നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ മന്ദിരമൊക്കെ നിർമ്മിച്ചെന്നറിയാം. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരത്തിന്റെ പേരാണ് സേവാ തീർത്ത് എന്നാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരത്തിന്റെ പേര് സേവാ തീർത്ത് എന്നാണ്. നമ്മൾ വാട്സപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഈ വാട്സപ്പിന് പകരമായി ഉപയോഗിക്കാൻ റഷ്യൻ സർക്കാർ തദ്ദേശീയമായി നിർദ്ദേശിച്ച ഔദ്യോഗിക മെസ്സഞ്ചർ ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് എന്നാണ്, MYX എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, മാക്സ് എന്നാണ് വാട്സപ്പിന് പകരമായി ഉപയോഗിക്കാൻ റഷ്യൻ സർക്കാർ തദ്ദേശീയമായി നിർദ്ദേശിച്ച ഔദ്യോഗിക മെസ്സഞ്ചർ ആപ്പാണ് മാക്സ് അഥവാ MYX. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിൽ 1ാം ക്ലാസ് പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാകണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. നമുക്കറിയാം 6 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ 1ാം ക്ലാസ് പ്രവേശനത്തിന് അനുവദിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ കാൾ മാർക്സിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് കാൾ മാർക്സിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. കേരള സർക്കാരിന്റെ ടാക്സി സർവീസാണ് കേരള സവാരി എന്ന് നിങ്ങൾക്കറിയാം. ആ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് സഞ്ജു സാംസൺ. പ്രമുഖ ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ ആണ് കേരള സർക്കാരിന്റെ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ആരാണ്? സഞ്ജു സാംസൺ. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റില് മുഖ്യമന്ത്രിയുടെ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ അല്ലെ. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 10 ലക്ഷം സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ചോദിക്കും. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്, ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം മാർച്ച് 5 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ. SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുവാൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പാണ് SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ടോൾ ഫ്രീ സഹായ കേന്ദ്രം വി ഹെൽപ്പാണ്. 1800-425-2844 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലും നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ വി ഹെൽപ്പ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1800-425-2844. അപ്പോൾ വി ഹെൽപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുവാൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ടോൾ ഫ്രീ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പ്. അടുത്തത്, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കിളിമഞ്ചാരോ. ആ കിളിമഞ്ചാരോയിലെ ഒരു കൊടുമുടിയുണ്ട്, ഉഹുരു കൊടുമുടി. ഈ ഉഹുരു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി ശർമ്മയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോയാണ്. ആ കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത ജ്യോതി ശർമ്മ. ഡൽഹി സ്വദേശിനിയാണ് ഈ ജ്യോതി ശർമ്മ. 2 ദിവസവും 19 മണിക്കൂറും 44 മിനിറ്റും കൊണ്ടാണ് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി
ജ്യോതി ശർമ്മ കീഴടക്കിയത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മള് മലയാള വാർത്താ ചാനൽ രംഗത്ത് ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ആര്? സുജയ പാർവതിയാണ് അല്ലേ? ബിഗ് ടിവിയിലേക്ക് വന്നിട്ടുള്ള സുജയ പാർവതിയാണ് മലയാള വാർത്താ ചാനൽ രംഗത്ത് ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിത. മുമ്പ് റിപ്പോർട്ടർ ചാനലായിരുന്നു. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പണത്താണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയില്, റൂറൽ ആണ്, ഏർബൻ അല്ല, റൂറൽ ജില്ലാ ജയില് നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പണത്ത്. അടുത്തത്, കേരളത്തിലെ വ്യവസായ മേഖലയെ പൂർണ്ണമായും അപകടരഹിതമാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കെ സേഫ് എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെ എല്ലാ വ്യവസായ മേഖലയും പൂർണ്ണമായും അപകടരഹിതമാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കെ സേഫ്. ഇത് കെൽട്രോണിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി തൊഴിൽ വകുപ്പ് എന്ത് ചെയ്തത്? ആരംഭിച്ചത്. ആ വസ്തുതയും കൂടി അറിഞ്ഞിരിക്കണം. അടുത്ത പോയിന്റ്, ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത് ഉത്തർപ്രദേശ്. കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് നമ്മുടെ കേരളം എന്നാണ് കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് നമ്മുടെ കേരളം. ഇനി അതുപോലെ നിങ്ങൾ കേട്ട് കാണും കുമ്പിച്ചൽ കടവ് പാലം അല്ലെ? കേരളത്തിലെ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ജലസംഭരണിക്കും കരിപ്പയാറിനും കുറുകെ സ്ഥിതി ചെയ്യുന്നതാണ് കുമ്പിച്ചൽ കടവ് പാലം. കേരളത്തിലെ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമാണ്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കും കുമ്പിച്ചൽ കടവ് പാലം എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ജലസംഭരണിക്കും അതുപോലെ തന്നെ കരിപ്പയാറിനും കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകിയാണ് ദർശന ജാവേരിയാണ്. കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകിയാണ് ദർശന ജാവേരി. അതുകൂടി അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത് എക്സാമിന് ചോദിക്കും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് ഒക്കെ നടന്നു എന്നുള്ളത്. അപ്പോൾ അത് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അല്ലെ? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BNP ആണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഈ BNPയുടെ നേതാവായ എക്സാമിന് ചോദിക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് പുതിയതായിട്ട് നിയമിതനായതാണ് താരിഖ് റഹ്മാൻ. നിങ്ങൾ കേട്ട് കാണും ഈ BNPയുടെ ലീഡർഷിപ്പ് ആരുടെ ലീഡർഷിപ്പിലാണ് ഈ BNP തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാഉർ റഹ്മാന്റെ നേതൃത്വത്തിലാണ്. 1978 അതുപോലെ തന്നെ ഇടയ്ക്ക് മരണപ്പെട്ട ഈ താരിഖ് റഹ്മാന്റെ മാതാവായ ബീഗം ഖാലിദാസിയ അല്ലെ, റീസെന്റ് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അവര് മുൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഖാലിദാസിയയുടെ മകനായ താരിഖ് റഹ്മാനാണ് നിലവിലത്തെ പ്രധാനമന്ത്രി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. സഹകരണ ബാങ്കിംഗ് രംഗത്തെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് ആണ് ചങ്ങായി എന്ന് പറയുന്നത് എന്താണ്? ചാങ് AI എന്നുള്ളതാണ് ചങ്ങായി. സഹകരണ ബാങ്കിംഗ് രംഗത്തെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് ആണ് ചാങ് AI. കണ്ണൂർ ജില്ലയിലെ കതിരൂർ സഹകരണ ബാങ്കിലാണ് ആദ്യമായി ഈ ചാങ് AI അല്ലെങ്കിൽ ചങ്ങായി എന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്പ് പ്രവർത്തനം ആരംഭിച്ചത് കതിരൂർ സഹകരണ ബാങ്കിലാണ്. ലോകത്തെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അടുത്തത് നമുക്കറിയാം, ലോകബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ ചുരുക്കപ്പേരാണ് കേര എന്ന് പറയുന്നത്. എന്താണ് കേര എന്ന് പറയുന്നത്? ലോകബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ ചുരുക്കപ്പേരാണ് കേര.
അതിന്റെ പൂർണ്ണരൂപമാണ്, അതായത് ഇംഗ്ലീഷിലുള്ള പൂർണ്ണരൂപമാണ് കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് കേര എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണ്. അത് കേരള കാർഷിക വകുപ്പാണ്. ലോകബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി എന്നുള്ളത്. അടുത്തത് ട്രൈ ബാൻഡ് എന്ന് പറയുന്ന ഒരു വസ്ത്രബാൻഡ്, പ്രീമിയം വസ്ത്രബാൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡാണ് ട്രൈ ബ്രാൻഡ്. എന്താണ്? ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡാണ് ട്രൈ ബാൻഡ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ സാനന്ദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം 2026 നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടി. ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2026 നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി കണ്ടക്ട് ചെയ്ത എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. ജൂലൈ 6-നും 7-നുമാണ് 2025 എന്ത് ചെയ്തത്? ബ്രിക്സ് ഉച്ചകോടി കണ്ടക്ട് ചെയ്ത്. ആ വസ്തുത മറന്നു പോകരുത്, എക്സാമിന് അതും ചോദിക്കും. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയാണ്. നമുക്കറിയാം 2025 ജൂലൈ 6-7 തീയതികൾ നടന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ബ്രസീലിന്റെ പ്രസിഡന്റായ ലൂയിസ് ഇനാസിയോ ലുല ഡസിൽവയാണ് അല്ലെ. ലുല ഡിസിൽവയാണ് ബ്രസീൽ പ്രസിഡന്റായ ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവയാണ് 2025 ജൂലൈ 6-7 തീയതികളിൽ ബ്രസീലിൽ നടന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക്, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച. അതിന്റെ പ്രമേയം തന്നെ നിങ്ങൾക്കറിയാം, എക്സാമിന് ചോദിക്കും. സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോർപ്പറേഷൻ ഫോർ എ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് എന്നാണ്. കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ ഭരണത്തിനായി ആഗോള ദക്ഷിണ സഹകരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് 2025 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത്. സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോർപ്പറേഷൻ ഫോർ എ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. അപ്പോ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ന്യൂഡൽഹിയാണ് പ്രധാനമായിട്ടും വേദി. എന്നാൽ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലുമൊക്കെ ഇതിന്റെ യോഗങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇതിന്റെ മോട്ടോ, അതായത് പ്രമേയം അറിഞ്ഞിരിക്കണം. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫോർ റെസിലൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നാണ്. ബിൽഡിംഗ് ഫോർ റെസിലൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മിക്കുക എന്നുള്ളതാണ് 2026 ഇന്ത്യയിൽ നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം. അപ്പോൾ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആഗോള ഭരണ പരിഷ്കരണം, അല്ല ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ സൗത്ത്, ഈ രാജ്യങ്ങൾ അതായത് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശാക്തീകരണം എന്നിവയിലൊക്കെയാണ് ഊന്നൽ നൽകുന്നത്. ആ വസ്തുതയും കൂടി അറിഞ്ഞിരിക്കണം. ഇന്ത്യ 4ാം തവണയാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുക, ഇന്ത്യ 4ാം തവണയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. നേരത്തെ 2012, 16, 21 വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ആ വസ്തുത മറന്നു പോകരുത്, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഉൾപ്പെടാം. ഓക്കെ അല്ലേടേ? അപ്പോഴേ എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഉൾപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. എന്നാൽ 2027 നടക്കുന്ന 19ാമത് ബ്രിക്സ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതായിരിക്കും? 2027 നടക്കുന്ന 19ാമത് ബ്രിക്സ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ചൈനയാണ്. ഓക്കെ, 2027 19ാമത് ഉച്ചകോടിക്ക്. ഓക്കെ അല്ലേ?
അപ്പോൾ ചൈനയാണ് 2020. അപ്പോൾ 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്, 2026 ഇന്ത്യ, 2027 ചൈന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വാടക വീടെന്നാണ്. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി. അടുത്തത്, കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസസിന്റെ പേരാണ് ഭാരത് ടാക്സി എന്നാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. 2026 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപിക റൂബിൽ നാഗിയാണ്. 2026 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപികയാണ് റൂബിൽ നാഗി. 2026 UK വീശിയ കൊടുങ്കാറ്റ് ചന്ദ്ര എന്നാണ്. 2026 ഇംഗ്ലണ്ടിൽ വീശിയ കൊടുങ്കാറ്റിന്റെ പേര് ചന്ദ്ര. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കിയ എന്നാണ്. ഫെബ്രുവരിയിൽ നടന്നതാണ്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം ഓപ്പറേഷൻ കിയ. പ്രഥമ കേരള ഇന്റർനാഷണൽ ഇന്ത്യൻ വനിതാ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് അമീലിയ വാൽവർദെയാണ്. പ്രഥമ കേരള ഇന്റർനാഷണൽ ഇന്ത്യൻ വനിതാ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകയായി നിയമിതയായത് അമീലിയ വാൽവർദെ. 2026 25 വർഷം പൂർത്തിയാക്കിയ മലയാള കവിതയാണ് മുരുകൻ കാട്ടാക്കട രചിച്ച കന്നഡ എന്ന് പറയുന്ന കവിത. 2026 25 വർഷം പൂർത്തിയാക്കി ആ മലയാള കവിത രചിച്ചിട്ടുള്ളത് മുരുകൻ കാട്ടാക്കടയാണ്. ഇനി അടുത്ത 2026 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ വ്യക്തിയാണ് പെബിത സേത്താണ്. 2026 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമാണ് പെബിത സേത്ത്. അടുത്തത്, ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര പുസ്തകം എഴുതിയത് പി വാസുദേവൻ ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര പുസ്തകം എഴുതിയത് പി വാസുദേവൻ ചെമ്പഴന്തി. പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് എക്സാമിന് ചോദിക്കാം. മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. അനുശ്രീ സുരേഷാണ് പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അനുശ്രീ സുരേഷ്. അടുത്തത്, യുവാക്കൾക്കിടയിൽ, ഇത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയാണ്, എക്സാമിന് ചോദിക്കാം. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാശമുക്ത് ഭാരത്. കേന്ദ്ര സർക്കാർ മിക്കത് ഹിന്ദിയിലാണല്ലോ പേര് നൽകാറുള്ളത്, അറിയാലോ. അപ്പോൾ നാശമുക്ത് ഇത് ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു. വുമൻ എക്സൈസ് ഓഫീസറോ പ്രിസൺ ഓഫീസറോ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നാശമുക്ത് ഭാരതാണ് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നാശമുക്ത് ഭാരത് എന്നാണ്. ഈ ലഹരി വിമുക്തിക്കായി എന്ത് ചെയ്യണം? സഹായം നേടുന്നവർക്ക് പ്രാഥമിക കൗൺസിലിങ്ങും മറ്റ് അനുബന്ധ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് 1444 1444 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ സജ്ജമാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നാശമുക്ത് ഭാരത് എന്ന് പറഞ്ഞാൽ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നാശമുക്ത് ഭാരത്. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള 13ാമത് സംയുക്ത സൈനിക അഭ്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും കിർഗിസ്ഥാനും, നമ്മളിത് ഓൾറെഡി സൈനിക അഭ്യാസത്തിന്റെ ഒരു ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എക്സാമിന് ചോദിക്കാം. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള 13ാമത് സംയുക്ത സൈനിക അഭ്യാസമാണ് ഖഞ്ചർ. അതിനകത്ത് ഈ ഖഞ്ചറിനെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നത്. ഇത് ആരംഭിച്ചത് അസമിലെ മിസാമാരിയിലാണ്. ഈ ഖഞ്ചർ സൈനിക അഭ്യാസം ഇന്ത്യയും കിർഗിസ്ഥാനും ഇടയ്ക്കുള്ള 13ാമത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഖഞ്ചർ. അസമിലെ മിസാമാരിയിലാണ് ആരംഭിച്ചത്. 2026 ഫെബ്രുവരി 5 അവസാനിക്കുന്ന ന്യൂ സ്റ്റാർട്ട് എന്ന ആണവായുധ നിയന്ത്രണ കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചു. 2026 ഫെബ്രുവരി 5 അവസാനിച്ചു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ കരാറാണ് ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ജീവനം ക്യാമ്പയിനാണ്. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് ജീവനം ക്യാമ്പയിൻ. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമിമെറ്റിക് ഇന്റലിജന്റ് റോബോട്ട്, ആ റോബോട്ടിന്റെ പേര് മോയ എന്നാണ്. മോയ വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ടാണ് മോയ. ആ മോയ വികസിപ്പിച്ചത് ചൈനയാണ്. ചൈനയിലെ ഡ്രോയിസ് ആപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ റോബോട്ടിനെ, മോയ എന്ന് പറയുന്ന ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട് വികസിപ്പിച്ചത്. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ ബയോമിമെട്ടിക് ഇന്റലിജൻസ് റോബോട്ട് എന്താണ്? ഈ ബയോമിമെട്ടിക് നിങ്ങൾ കൺഫ്യൂഷൻ ആയി കാണുമല്ലോ അല്ലേ? എന്താണ് ബയോമിമെട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രശാഖയാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രശാഖയാണെന്ന് അറിയാമോ? നൂതനമായ സാങ്കേതിക വിദ്യകളും വസ്തുക്കളും വികസിപ്പിക്കുന്നതിനായി പ്രകൃതിയിലെ മാതൃകകളെയും സംവിധാനങ്ങളെയും ഒക്കെ അനുകരിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് ബയോമിമെട്ടിക്. നൂതനമായ സാങ്കേതിക വിദ്യകളെയും വസ്തുക്കളെയും വികസിപ്പിക്കുന്നതിനായി പ്രകൃതിയിലെ മാതൃകകളെയും സംവിധാനങ്ങളെയും അനുകരിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോമിമെട്ടിക് എന്ന് പറയുന്ന. ബയോസ് എന്ന് പറഞ്ഞാൽ ജീവൻ, മിമൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണം, മിമിക് എന്നൊക്കെ പറഞ്ഞില്ലേ, മിമൈസിസ് അനുകരണം എന്ന, അങ്ങനെ ഈ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ബയോമിമെട്ടിക് എന്ന് പറയുന്ന എന്താണ് ശാസ്ത്രശാഖ ഉണ്ടായ. ഇതിന് ഉദാഹരണമായിട്ടുള്ള മേഖല നിങ്ങൾക്കറിയാം, മെറ്റീരിയൽ സയൻസ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം, നമ്മുടെ നിത്യജീവിതവുമായി ഇതെല്ലാം കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ളതാണ് ബയോമിമെട്ടിക്. ബയോമെറ്റിക്സ് ഓർ ബയോ മിമിക്രി എന്നൊക്കെ പറയും. ഇസ് ദ ഇന്റർഡിസിപ്ലിനറി സ്റ്റഡി ആൻഡ് emulation of nature's model അല്ലെങ്കിൽ emulsion of nature's model systems and elements to solve complex human problems എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം എന്നാണ്. സ്നേഹാരാമം, ആരാമം എന്ന് കേട്ടിട്ടില്ല, സ്നേഹാരാമം എന്നാണ്. കേൾക്കുമ്പോൾ വേറെ എന്തോ ആയിട്ട് തോന്നരുത്. മാലിന്യമുക്ത കേരളത്തിനായി ആരാമം, അധിവസിക്കുക, ആരാമത്തിൽ വിശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. അടുത്തത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി 5 ലക്ഷം രൂപയാണ്. കണക്ട് ടു വർക്ക് പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. നിങ്ങൾക്കറിയാം, കണക്ട്, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പദ്ധതി, ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് പദ്ധതി എന്ന് കേരള സർക്കാരിന്റെ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക്, അതായത് ജോലി ലഭിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന യുവതീ യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്. അതിനാണ് 5 ലക്ഷം രൂപ ആണ് എന്താണ് വാർഷിക വരുമാനം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ കുടുംബത്തിന്റെ. സ്കോളർഷിപ്പ് തുക മാസം 1000 രൂപ വീതം പരമാവധി 12 മാസത്തേക്കും. അത് PSC എക്സാമിന് നമുക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. വ്യക്തിക്കല്ലേ, കുടുംബത്തിനാണേ, കുടുംബത്തിന്റെ വാർഷിക വരുമാനം. അപ്പോൾ ഇതിനകത്ത് ഗുണഭോക്താക്കൾ നമുക്കറിയാം, സ്കിൽ ട്രെയിനിങ്, അതായത് നൈപുണ്യ വികസന പരിശീലനം നടത്തുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് 5 ലക്ഷം യുവാക്കൾക്കാണ്, യുവതീ യുവാക്കൾക്കാണ് ഇത് ലഭിക്കുക. നമ്മളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോർട്ടൽ വഴിയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. 18-നും 30 വയസ്സിനിടയ്ക്കാണ് പ്രായമെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. അതുപോലെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. നേരത്തെ ഇത് 1 ലക്ഷമായിരുന്നു, പിന്നീടാണ് 5 ലക്ഷം ആക്കിയത്. ആ വസ്തുതയും കൂടി ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. AKGയുടെ ജീവിതവും പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരിലെ പെർളശ്ശേരിയിലാണ്. AKGയുടെ ജീവിതവും പോരാട്ടങ്ങളും, AK ഗോപാലന്റെ ജീവിതവും പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്ന കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി. 2024 ആർത്തവകാല ആരോഗ്യം മൗലികാവകാശമാണെന്ന വിധി പുറപ്പെടുവിച്ച കോടതി, സുപ്രീം കോടതിയാണ് 2024 ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. അടുത്തത് ക്യാൻസർ, പ്രമേഹം, ഹൃദയരോഗങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിനും കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബയോഫാർമ ശക്തി എന്നാണ്. ആ പദ്ധതിയുടെ പേരെന്താണ്? ബയോഫാർമ ശക്തി. ക്യാൻസർ, പ്രമേഹം, ഹൃദയരോഗങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിനും കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബയോഫാർമ ശക്തി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ അല്ലേ? 2026 ജനുവരിയിൽ ഭൗമസൂചിക പദവി ലഭിച്ച രാജസ്ഥാനിലെ ഔഷധ സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ നഗൗരി അശ്വഗന്ധയാണ്. നഗൗരി അശ്വഗന്ധയാണ് 2026 ജനുവരിയിൽ ഭൗമസൂചിക പദവി ലഭിച്ച രാജസ്ഥാനിലെ ഔഷധ സസ്യമാണ് നഗൗരി അശ്വഗന്ധ. രാജസ്ഥാനിലെ നഗോർ ജില്ലയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഔഷധ ഗുണമേറിയ അശ്വഗന്ധ ഇനമാണ് ഈ നഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2026 ജൂണിൽ, ആ ജൂണോടുകൂടി ബഹിരാകാശത്തേക്ക് പോകാനൊരുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. ആ വസ്തുതയും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2026 ഫെബ്രുവരി മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ് ആണ് മനസ്സിലാക്കിയത്. ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.